പാണ്ടി പഞ്ചാരി മേളങ്ങളിൽ പരമ്പരാഗത രീതി ആസ്വാദകർക്കിടയിൽ വേരൂന്നതിൽ കാരണക്കാരിലൊരാളായ തൃപ്പേക്കുളം അച്യുതമാരാർ നവതി ആഘോഷിക്കുന്നു. 50 വർഷത്തിനിടെ ഇത്രയേറെ ബഹുമതികളും അരങ്ങം കണ്ട മറ്റൊരു ചെണ്ട കലാകാരൻ ഒരുപക്ഷെ ഉണ്ടാകില്ല. 1921 ചേർപ്പിനടുത്ത് ഊരകത്ത് സീതാരാമൻ എമ്പ്രാന്തിരിയുടെയും പാപ്പമാരസ്യാരുടെയും മകനായി ജനിച്ച അച്യുതമാരാർ പിന്നീട് തൃപ്പേക്കുളം എന്ന കുടുംബപ്പേരിലാണ് പ്രശസ്തനായത്. തൃപ്പേക്കുളം ഗോവിന്ദമാരാർ, അന്നമനട പരമേശ്വരമാരാർ, നെല്ലിക്കൽ നാരായണ പണിക്കർ എന്നിവരായിരുന്നു ഗുരുക്കന്മാർ. അവരുടെ ശൈലി തന്നെയാണ് തൃപ്പേക്കുളം പ്രചരിപ്പിച്ചത്. പഞ്ചാരി, പാണ്ടി, ധ്രുവം, അഞ്ചടന്ത എന്നീ മേളങ്ങളിലെല്ലാം അദ്ദേഹം മാറ്റുതെളിയിച്ചു. സാധകത്തിലെ മികവ് തന്നെയാണ് ഇപ്പോഴും തൃപ്പേക്കുളത്തെ ശ്രദ്ധേയമാക്കുന്നത്. കൊട്ടിത്തെളിഞ്ഞ കനം, ഇടം കൈയിന്റെ ശുദ്ധി, കാലനിയന്ത്രണം എന്നിവയിൽ തൃപ്പേക്കുളം മുൻഗാമികളെ പോലെ തന്നെ കേമനായി. നല്ലൊരു പ്രമാണക്കാരനെ എങ്ങനെയെന്ന് കാണണമെങ്കിൽ തൃപ്പേക്കുളം കൊട്ടുന്നത് അടുത്തുനിന്ന് കാണണം. ഓരോ വാദ്യക്കാരനുമായും അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടാകും. പേരിനു വേണ്ടിയോ പ്രദർശനത്തിനു വേണ്ടിയോ ഒരിടത്ത് പോലും തൃപ്പേക്കുളം കൊട്ടിയിട്ടില്ല. വിവാദങ്ങളിലൊന്നും പെടാതെ അദ്ദേഹം തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു. ഒരു കാര്യത്തിൽ മാത്രമേ കേൾവിക്കാർക്ക് സങ്കടപ്പെടേണ്ടതുള്ളൂ. മേളത്തിൽ ശ്രദ്ധയൂന്നിയതോടെ മഹാനായൊരു തായമ്പകക്കാരനെ കേരളത്തിന് നഷ്ടമായി. തായമ്പക സർക്കസ് ആക്കുന്നവരുടെ കാലത്ത് ഇരുത്തം വന്നൊരു തായമ്പകക്കാരനായി തൃപ്പേക്കുളം വരേണ്ടതായിരുന്നു. താൻ നടന്ന വഴിയിൽ പൂർണ്ണമായും സമർപ്പിക്കുകയെന്ന അദ്ദേഹത്തിന്റെ ശൈലി മേളത്തിന്റെ നേട്ടവും തായമ്പകയുടെ നഷ്ടവുമായി. പല്ലാവൂർ പുരസ്കാരം, സംഗീത നാടക അക്കാദമി പുരസ്കാരം, കലാമണ്ഡലം മേള ഛായ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾക്ക് പുറമെ 15ഓളം വീരശൃംഖലകൾ തൃപ്പേക്കുളത്തിന് കിട്ടിയിട്ടുണ്ട്.